ആദായ നികുതി ബാധ്യത കുറയ്ക്കുന്നതിനായി ഇൻഷുറൻസ്, PPF, NPS പോലുള്ള ടാക്സ് സേവിംഗ് നിക്ഷേപ മാർഗങ്ങളിൽ പണം മുടക്കുന്നവർ നിരവധിയാണ്. എന്നാൽ അംഗീകൃത നിക്ഷേപങ്ങളിലൊന്നും നിക്ഷേപം നടത്താതെ തന്നെ ജീവിതത്തിൽ നേരിടുന്ന ഏതാനും ചെലവുകളെ പ്രയോജനപ്പെടുത്തി ആദായ നികുതി ബാധ്യത കുറയ്ക്കാൻ കഴിയുമെന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ പഴയ നികുതി സമ്പ്രദായത്തിൻ്റെ കീഴിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് ആദായ നികുതി കിഴിവിനുള്ള അർഹത നേടിത്തരുന്ന പ്രധാനപ്പെട്ട 6 ചെലവുകളെക്കുറിച്ച് വിശദമായി നോക്കാം. ഒന്നാമത് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്. ഇന്ത്യയിലെ ആദായ നികുതി നിയമത്തിൽ കുട്ടികളുടെ പഠനത്തിനായി ചെലവഴിക്കുന്ന പണത്തിന് നികുതികളും ആനുകൂല്യങ്ങളും അനുവദിക്കുന്നുണ്ട്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന സർവകലാശാല, കോളേജ്, സ്കൂൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന 1.5 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് നികുതി ഇളവ് ലഭിക്കും. ഒരു വ്യക്തിയുടെ 2 കുട്ടികളുടെ വരെ വിദ്യാഭ്യാസ ചെലവുകൾക്കാണ് ഈ നികുതി ആനുകൂല്യം ലഭിക്കുക. ചെറിയ കുട്ടികളുടെ പ്ലേ സ്കൂൾ, പ്രീ നഴ്സറി ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള ട്യൂഷൻ ഫീസിനും നികുതി ഇളവിന് അർഹതയുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വികസന ഫീസ്, സംഭാവന പോലുള്ള ചെലവുകൾ നികുതി കിഴിവിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ചാരിറ്റി ഡൊണേഷൻ. സമൂഹത്തിൻ്റെ പിന്തുണയും സഹായവും ആവശ്യമുള്ളവർക്ക് കൈത്താങ്ങാകുന്ന സന്നദ്ധ സംഘടനകൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും സംഭാവന അല്ലെങ്കിൽ ധനസഹായം നൽകുന്നതിലൂടെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നവർ നിരവധിയാണ്. ആദായ നികുതി നിയമത്തിലെ 80G വകുപ്പ് പ്രകാരം അംഗീകൃത ധർമ്മസ്ഥാപനങ്ങൾക്ക് നൽകുന്ന സംഭാവനകൾക്ക് നികുതി കിഴിവിനുള്ള അർഹതയുണ്ട്. നിശ്ചിത വ്യവസ്ഥകൾക്ക് വിധേയമായി സംഭാവന നൽകിയ തുകയുടെ 50 മുതൽ 100% വരെ ആദായ നികുതിയിൽ കിഴിവ് നേടാനാകും. ഈ കിഴിവ് ക്ലെയിം ചെയ്യുന്നതിനായി സംഭാവന സ്വീകരിച്ചവരുടെ പേര്, പാൻ നമ്പർ, മേൽവിലാസം, സംഭാവന നൽകിയ തുക സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സമർപ്പിക്കണം. 3. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. ഇന്നത്തെ കാലത്ത് ചികിത്സാ ചെലവുകൾ നേരിടുന്നതിന് ഹെൽത്ത് ഇൻഷുറൻസിനെ ആശ്രയിക്കുന്നവരാണ് വരുമാനക്കാരിൽ ഭൂരിപക്ഷം പേരും. ആദായ നികുതി നിയമത്തിൻ്റെ 80D വകുപ്പ് പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ പ്രീമിയം ഇനത്തിൽ ചെലവിടുന്ന പണത്തിന് നികുതി ഇളവ് ലഭിക്കുന്നതാണ്. അവരവർക്ക് വേണ്ടിയും പങ്കാളി, കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവർക്ക് വേണ്ടി എടുക്കുന്നതുമായ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികളുടെ ചെലവിന് നികുതി കിഴിവ് ലഭിക്കും. പോളിസിയുടെ തരം, പോളിസി എടുക്കുന്നവരുടെ പ്രായം എന്നിവ പരിഗണിച്ചാകും നികുതി കിഴിവിൻ്റെ പരിധി നിശ്ചയിക്കപ്പെടുന്നത്. 60 വയസ്സിൽ താഴെയുള്ള വ്യക്തിക്ക് 1 വർഷം പരമാവധി 25,000 രൂപ വരെയും മുതിർന്ന പൗരന്മാർക്ക് 50,000 രൂപ വരെയും മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം നൽകിയതിൽ നികുതി ഇളവ് നേടാനാകും. 4. ഭവന വായ്പ തിരിച്ചടവ്. വീട് നിർമ്മാണത്തിനായി ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കുന്ന ഭവന വായ്പകളുടെ തിരിച്ചടവിന് ആദായ നികുതി ഇളവിന് അർഹതയുണ്ട്. ആദായ നികുതി നിയമത്തിലെ 24B വകുപ്പ് പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ഭവന വായ്പയുടെ തിരിച്ചടവിലേക്ക് പലിശ ഇനത്തിൽ ചെലവിടുന്ന 2 ലക്ഷം രൂപയ്ക്ക് വരെ നികുതി ഇളവിന് അർഹതയുണ്ട്. നിയമത്തിൻ്റെ 80C വകുപ്പ് പ്രകാരം വായ്പയുടെ മുതൽ തുകയിലേക്കുള്ള തിരിച്ചടവിനും ആദായ നികുതി ഇളവ് ലഭിക്കും. പഴയ നികുതി സമ്പ്രദായത്തിന് കീഴിലാണ് ഈ അർഹത ലഭ്യമാകുകയുള്ളൂ. 5. വിദ്യാഭ്യാസ വായ്പ. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി സ്വന്തം നിലയിൽ എടുക്കുന്നതോ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടി എടുക്കുന്നതോ ആയ വിദ്യാഭ്യാസ വായ്പകളുടെ പലിശ ഇനത്തിലെ തിരിച്ചടവിന് ആദായ നികുതി നിയമത്തിലെ 80E വകുപ്പ് പ്രകാരം നികുതി കിഴിവിന് അർഹതയുണ്ട്. ചില നിബന്ധനകൾക്ക് വിധേയമായാണ് ഈ നികുതി ആനുകൂല്യം ലഭിക്കുക. അതേസമയം വായ്പ തിരിച്ചടയ്ക്കാൻ തുടങ്ങുന്നത് മുതലുള്ള 8 വർഷം വരെ അല്ലെങ്കിൽ വായ്പയുടെ പലിശ പൂർണ്ണമായും തിരിച്ചടയ്ക്കുന്നത് വരെയോ മേൽത്തട്ട് പരിധിയില്ലാതെ പലിശയിലെ തിരിച്ചടവിനുള്ള നികുതി കിഴിവ് ക്ലെയിം ചെയ്യാവുന്നതാണ്. 6. വീട്ടുവാടക. വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ആദായ നികുതിയിൽ കിഴിവ് നേടാനുള്ള അർഹതയുണ്ട്. ആദായ നികുതി നിയമത്തിലെ 10ാം വകുപ്പ് പ്രകാരം വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് വാടക ഇനത്തിൽ വീട്ടുടമയ്ക്ക് കൈമാറുന്ന പണത്തിന് നികുതി കിഴിവ് ക്ലെയിം ചെയ്യാൻ അനുവദിക്കുന്നു. അതേസമയം വ്യക്തി കൈപ്പറ്റുന്ന ശമ്പളത്തിനും വാടക വീട് സ്ഥിതി ചെയ്യുന്ന നഗരത്തെയും അടിസ്ഥാനമാക്കിയാവും ഈ പരമാവധി നികുതി കിഴിവിനുള്ള പരിധി നിശ്ചയിക്കപ്പെടുന്നത്. ഡിസ്ക്ലെയിമർ. പ്രത്യേകമായോ അധികമായോ നിക്ഷേപങ്ങളൊന്നും തന്നെ നടത്താതെയും എന്നാൽ ജീവിതത്തിൽ നേരിടുന്ന ചെലവുകളെ പ്രയോജനപ്പെടുത്തി ആദായ നികുതി ബാധ്യത കുറയ്ക്കുന്നതിനായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ചില നിയമവ്യവസ്ഥകളെക്കുറിച്ചുള്ള ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് മേൽ സൂചിപ്പിച്ചത്. നിങ്ങളുടെ സവിശേഷ സാഹചര്യത്തിന് അനുയോജ്യമായ ആദായ നികുതി വ്യവസ്ഥകൾ മനസ്സിലാക്കുന്നതിന് അംഗീകൃത സാമ്പത്തിക ഉപദേഷ്ടാവിനോ നികുതി വിദഗ്ധനെയോ സമീപിക്കുന്ന ഉചിതം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടീമിലുള്ള ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.